റമീസ എന്താ വ്ളോഗിലോട്ട് വരാനുള്ള കാരണം? നല്ല സ്മാർട്ടാണ് കേട്ടോ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ റമീസയുടെ വ്ളോഗ് കാണുക, ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു ഷൂട്ടിംഗ് ഡേ വ്ളോഗാണ് കേട്ടോ. അതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു സെലിബ്രിറ്റിയെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോകെ പോകെ വിശേഷങ്ങളൊക്കെ കാണാം. ആണോ? നേരെ വ്ളോഗാണ്. നിങ്ങളും തട്ടോട്ടെ, ഞാനും ഇടാതെ. അപ്പോൾ നമുക്കിന്ന് ഒരു ഷൂട്ടിംഗ് ഉണ്ട്. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചെറിയൊരു ഷൂട്ടിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ റോഡിൽ വണ്ടി അനങ്ങാത്ത അത്രയും ബ്ലോക്കും, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങോട്ട് ഉള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. റോഡിൽ അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ മഴ കുറവാണെങ്കിലും പിന്നീടായപ്പോൾ ഭയങ്കര മഴയായി. നമ്മൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എന്തായാലും രാജകുമാരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ബ്ലോക്കായിരുന്നു, മഴയായിരുന്നു. അങ്ങനെ നമ്മൾ രാജകുമാരിയിലെത്തി. ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ടായിരുന്ന നെക്ലസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അത്ര അങ്ങോട്ട് ഹൈലൈറ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ സ്റ്റോൺ വന്നിട്ടുള്ള നെക്ലസും അതുപോലെ തന്നെ വലിയൊരു മാല ഇട്ടിട്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ഈവനിങ് ടൈമിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഷൂട്ടിങ്ങിന്. ഭയങ്കര മഴയായിരുന്നു, എല്ലായിടത്തും ആ ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഷൂട്ടിംഗ് വിശേഷങ്ങൾ ബാക്കി കണ്ടിട്ട് വരാം. ഇന്നത്തെ ഷൂട്ട് വളരെ രസകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ സംഭവം നടക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മാഹി മച്ചാൻ. അപ്പോൾ മാഹി മച്ചാൻ്റെ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ ഇനി മച്ചാൻ വൈബായിരിക്കും. മച്ചാൻ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം. നിങ്ങളും തട്ടോട്ടെ, ഞാനും ഇടാതെ. ബ്ലോഗിന്റെ പേരെന്താണ്? സിദ്റാം, SIDRAM. സിദ്റാം. സിദ്ദീഖ് റമീസ. ഹസ്ബൻഡിന്റെ പേര് സിദ്ദീഖ് അല്ലേ? ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. അതെ, ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് ആണല്ലേ? ഫുൾ സപ്പോർട്ട്. അടിപൊളി. റമീസയുടെ വ്ളോഗ് ഞാൻ ഇവിടെ വന്നപ്പോൾ കാണായിരുന്നു. കാരണം റമീസ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരേ പവൻ തൂക്കല്, 5 പവൻ 10 പവൻ 15 പവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ഇവിടെ വ്ളോഗിങ്. എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? 1 വർഷമായി. 1 വർഷമായി. എത്ര ഫോളോവേഴ്സ് ആയി? 6K ആയിട്ട്. 1000. ഏതാ വൈറലായ വീഡിയോ? വയറിലെ ആദ്യം ഷോർട്സ് ആയിരുന്നു ഇട്ടിരുന്നത്. ഇപ്പൊ പുതിയൊരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ഇത് ആരെ വീഡിയോ? ഇത് എടുക്കുന്ന എന്റെ അപ്ലോഡ് ചെയ്യാനാണോ റമീസ? സംസാരിക്കുന്ന മൊത്തം ഞാൻ അതല്ലേ നമുക്ക് വേണ്ടത്. ആക്ച്വലി ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ആയിരുന്നു. ഓക്കെ. റമീസ, അപ്പം റമീസ എന്താ വ്ളോഗിലോട്ട് വരാനുള്ള കാരണം? ഇക്കാന്നെ മെയിൻ കുറെ നാളായി പറയുന്നുണ്ടായിരുന്നു. പൈസ തികയില്ല, അതുകൊണ്ട് ബ്ലോഗിലും കൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെ? അങ്ങനെയാണോ? അങ്ങനെയല്ല, നമ്മൾ ചുമ്മാ ഇരിക്കുന്നതല്ലേ. അപ്പൊ മക്കളുടെ സ്കൂളിൽ പോക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് വേറെ ജോബിന് പോകാൻ പറ്റൂല. ബ്ലോഗ് ഇട്ട് തുടങ്ങിയപ്പോ മക്കളെ സ്കൂളിൽ പോക്ക് നിന്ന് എല്ലാം ലേറ്റ്. മൊത്തം എഡിറ്റ് ചെയ്യുന്നതൊക്കെ റമീസ തന്നെയാണ്. ഏത് ആപ്പിലിട്ട് എഡിറ്റ് ചെയ്യുന്നത്? VN. ഇതൊക്കെ എങ്ങനെ പഠിച്ചേ? ചെയ്ത് പഠിച്ചു. പിന്നെ ഇക്ക പട്ടണിയിലാണ്. ഇക്ക ആദ്യം എല്ലാം ചെയ്യുമായിരുന്നു, പിന്നെയാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. നല്ല സ്മാർട്ടാണ് കേട്ടോ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ റമീസയുടെ വ്ളോഗ് കാണുക, ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ചെയ്യുന്നത്. എല്ലാം ഉണ്ട്, ഡ്രൈവിങ്, ഫുഡ് എല്ലാം ഉണ്ട്. കണ്ടൊരു സന്തോഷം. ഓക്കെ, താങ്ക് യു. അങ്ങനെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് മാഹി മച്ചാൻ ക്ഷീണിച്ചു ഗൈസ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും അവരുടെ ഷൂട്ടിങ്ങിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 17, 18, 19 ദിവസങ്ങളിൽ
അടിപൊളി ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ട്രിവാൻഡ്രം ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം മഹിമ നമ്പ്യാരാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുള്ളവർക്ക് ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ പർച്ചേസ് ചെയ്യുന്നവർക്കായാലും അതിൻ്റെയൊക്കെ ഓഫേഴ്സ് അവരുടെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും അതൊന്ന് നോക്കിയേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ അവരെല്ലാം യാത്രയാക്കിയിട്ട് നമ്മൾ നേരെ KFCയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. QRS സ്ക്വയറിലെ KFCയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ മെനു ഒക്കെ നോക്കുന്നുണ്ട്, എന്താണ് ഓർഡർ ചെയ്യാനുള്ളത് എന്നൊക്കെ ഭയങ്കര പ്ലാനിങ്ങിൽ ഓർഡർ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം ആണ് ഓർമ്മിച്ചത് ഡ്രിങ്ക്സ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ ക്യാഷ് എല്ലാം പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് ഈ കാര്യം പറഞ്ഞത്. ഓർഡർ ചെയ്ത സാധനം തന്നെ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വീണ്ടും ഇനി ഓർഡർ ചെയ്യുവാണെങ്കിൽ വീണ്ടും ടൈം എടുക്കും. അങ്ങനെ നമ്മൾ പിന്നെ അത് ഓർഡർ ചെയ്യാൻ നിന്നില്ല, QRSൽ കയറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ KFC റെഡിയാവുന്ന ടൈമിന് നമുക്ക് ജസ്റ്റ് ഒന്ന് QRSൽ കയറി ഡ്രിങ്ക്സ് എടുത്ത് വരാമെന്ന് വിചാരിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. QRSൽ എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറവും ഇപ്പുറവും തന്നെയാണ് QRSും KFC. ഞാനിതൊരിക്കലും മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ ഡ്രിങ്ക്സിനെ. പക്ഷേ KFC ഒക്കെ കഴിക്കുന്ന ടൈമിന് അതൊക്കെ ദഹിക്കണമെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഡ്രിങ്ക്സ് നല്ലതല്ലേ. അങ്ങനെ മിറണ്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വല്ലപ്പോഴും ഒക്കെ ആവാം, എന്നും നമ്മുടെ ഹെൽത്തിന് ഓക്കെ അല്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു മിറണ്ടയും വാങ്ങിച്ച് നേരെ KFCയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറവും ഇപ്പുറവും തന്നെയാണ്. അങ്ങനെ നേരെ കൗണ്ടറിൽ പോയി, നമ്മൾ നേരെ പോയി എവിടെയെങ്കിലും സീറ്റ് ഉണ്ടോ എന്ന് നോക്കി നമ്മൾ അവിടെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി കറങ്ങി വന്ന സമയമായതുകൊണ്ട് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും കഥ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇക്കാതെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ KFC. മയോണിസ് തന്നെ ഒരു 3-4 തരത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ KFC ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് വെച്ച് കൊടുത്തു. ശേഷം അതിലേക്ക് ഈ ശലുവിനിഷ്ടം കെച്ചപ്പാണ് കേട്ടോ. കെച്ചപ്പും മയോണൈസ് ആൾ കൂട്ടത്തില്ല, കെച്ചപ്പിലാണ് ഈ ചിക്കൻ കഴിക്കാനുള്ളത്. അങ്ങനെ ആൾ കൊടുത്തതും വെച്ചിരിക്കുന്നുണ്ട്. ആളിൻ്റെ എക്സ്പ്രഷൻ കാണാം നമുക്കിനി എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. KFCന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ കാറിലല്ലേ വന്നത്, അപ്പോൾ തിരിച്ച് നമ്മളെ കാറിൽ തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇക്കായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കയുടെ കാറിൽ വരും, നാളെ ഇക്കാക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ. അപ്പോൾ നമുക്കിനി നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോവാം. മക്കളും ഞാനും കൂടെ കാറിൽ പോട്ടെ. പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഈ സമയം മഴയൊന്നും ഇല്ലായിരുന്നു. വൈകിട്ടത്തെ മഴ അടിപൊളി മഴയായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും മഴയായിരുന്നു. അതിൻ്റെയൊന്നും വീഡിയോ എനിക്ക് അത്രയും എടുക്കാൻ പറ്റിയില്ല. അത്രയും റഷായിരുന്നു റോഡ്. ട്രാഫിക് പോലും, സിഗ്നലെല്ലാം ഓഫായിരുന്നു. അങ്ങനെ നമ്മളിതേ മക്കളെയും കയറ്റി ഇവിടുത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൂട്ടിംഗ് ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാഹി മച്ചാനെ കണ്ടത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അങ്ങനെ നമ്മളിത് വീട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീടെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തിരിയുമ്പോൾ തന്നെ ഇക്കായും വരുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമുക്കിനി ഉടനെ തന്നെ അടിപൊളിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.